ഹലോ ഗൈസ്, ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. ബോഡിന്ന് ഷേക്കാക്കണ്ട, സിമ്പിളാവാ. എങ്ങനെ കാണിച്ചാലും അത് അറിയുമല്ലോ. വലത്തോട്ട് പകുതി എത്തി. പക്ഷെ പകുതി എത്തിയപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പെട്ട അവസ്ഥയാക്കി. ഈ ശരിക്കും പറഞ്ഞാൽ അന്നാക്കോണ്ട സിനിമയില്ലേ, ആ രംഗമാണ് ഇപ്പം മനസ്സിലുള്ളത്. എടാ നോക്കടാ, ജെല്ലി ഫിഷ് വേമ്പ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങളുള്ളത് പയ്യന്നൂരടുത്തുള്ള കവ്വായിയാണ്. കവ്വായിൽ നമ്മൾ കയാക്കിങ്ങിന് പോവുകയാണ്. കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കയാക്കിംഗ് ചെയ്യാറുണ്ട്. അതുപോലെ സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ ഒരുപാട് ചെറിയ ചെറിയ തുരുത്തുകൾ പോലെയുണ്ട്. ഒരുപാട് കണ്ടൽക്കാടുകൾ തുരുത്ത്, അല്ലാത്ത കുറേ തുരുത്തുകളും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ എല്ലാം പോയിട്ട് കയാക്കിംഗ് ചെയ്ത് പോവാം. അതുപോലെ തന്നെ സ്പീഡ് ബോട്ടിലും പോകാം. ഇവിടെ ഒരുപാട് സ്പീഡ് ബോട്ട് ഉണ്ട് പോകണമെങ്കിൽ. അതുപോലെ തന്നെ കയാക്കിംഗ് ചെയ്യാനുള്ള ഒരുപാട് കയാക്കിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. കയാക്കിങ്ങിന് വരുന്നത് 300 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ബോട്ട് സർവീസിന് വരുന്നത് ഒരാൾക്കല്ല, നിങ്ങൾ എത്ര പേര്, 4-5 പേര് ഒരു ബോട്ടിൽ പോവും. പക്ഷേ ടോട്ടൽ 800 രൂപ പേ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കവ്വായിലെ കയാക്കിങ്ങിൻ്റെ വിശേഷങ്ങളാണ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിങ്ങൾക്കിവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനുള്ളിൽ നിങ്ങൾക്കിവിടെ എത്തിയാൽ കയാക്കിങ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങും മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് മത്സ്യബന്ധനം നടത്താറുണ്ട്. വള്ളങ്ങളിൽ പോയിട്ട് ഒരുപാട് വള്ളങ്ങൾ നിങ്ങൾ പോകുന്ന വഴിക്ക് കാണാം. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ചങ്ക് ഫ്രണ്ട് മിസ്റ്റർ ശൈലേഷ് കുമാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് കയാക്കിങ്ങിന് പോകുന്നത്. ഗൈസ്, നമ്മൾ പോകാൻ പോകുന്നത് ഈ കയാക്കിലാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് കയാക്കുണ്ട് ഇവിടെ. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തോട്ട് പോകുന്നതന്നെ ഇപ്പോൾ നമ്മളെ ബോഡി അനക്കണ്ട ഒരിക്കലും. കൈയില്ലേ, കൈ മാത്രമേ അനക്കണ്ടു. ഒരാള് തൊയ്യുമ്പോ ഇങ്ങനെ ബോഡിന്ന് ഷേക്കാക്കണ്ട, സിമ്പിളാവാ. കാണിച്ചു തരാം. ഇരിക്കണ്ടേ ഞാൻ കാണിച്ചു തരാം. ഇരിക്കണ്ടേന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇതിങ്ങനെ കൈ വെക്കാം. ഈ ശരിക്കും വേണം കിട്ടാൽ മതി, അല്ലെങ്കിൽ അയച്ചു നോക്കട്ടെ. ഇതണ്ട, നമ്മൾ കൈക്ക് ബാലൻസ് കൊടുക്കണം. ബോഡി വെയിറ്റ് എങ്ങനെ കാണിച്ചാലും അത് അറിയുമല്ലോ. ഇല്ല, നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ, ഇതാ. ഓക്കെ, ഇങ്ങനെ കൈ വെക്ക. ഈ തുഴയുന്ന ആൾ എവിടെ ഇരിക്കണ്ടേ? രണ്ടാളും തുഴയണം. രണ്ടാളും തുഴയണം. വെച്ചിട്ടാൾ മെയിൻ. ശൈലേഷ് ഇതാ കയറാൻ പോവുകയാണ് കയാക്കിങ്ങിന്. പേടിച്ചിട്ടാണ് അവൻ കയറുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. പക്ഷേ എങ്കിൽ നമ്മുടെ ബ്രോ, നിങ്ങളുടെ പേരെത്തായിരുന്നു? ഷറഫുദ്ദീൻ ബ്രോ നല്ല ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. ആദ്യം ഞാൻ ശൈലേഷിനെ കയറ്റി, എന്നിട്ട് സേഫ് ആണെന്ന് അറിഞ്ഞിട്ട് ഞാൻ കയറാമെന്ന് വിചാരിച്ചു. ഭയക്കാതെ ശൈലേഷ് അങ്ങോട്ട് കയറ്. ശൈലേഷ് ഇതാ കയറിയിരിക്കുകയാണ്. അടുത്ത് എൻ്റെ ഊഴമാണ്, ഞാൻ കയറാനായിട്ട് പോവാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതാ തുഴഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു ദ്വീപ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ട് പറ്റും. ആദ്യമായിട്ടാണ് കേട്ടോ ഞാനും ശൈലേഷും ഇതുപോലെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ കയാക്കിങ്ങിന് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. ഇത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ആകുന്നുണ്ട്. നല്ല ആഴത്തിലുള്ള വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ. പക്ഷേ എങ്കിൽ കയറുമ്പോൾ നല്ല ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് കയറി തുടങ്ങിയപ്പോഴേക്ക് തന്നെ അത്യാവശ്യം ഭയം അങ്ങോട്ട് പോയി. ശൈലേഷേ, പേടിയുണ്ടോടാ? ശൈലേഷിൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം ഗൈസ്, ഒരു വല്ലാത്തൊരു എറേടാ ലെഫ്റ്റിലോട്ട് അല്ല റൈറ്റ് മാത്രം തുഴയും. അപ്പോൾ ആ സൈഡിലോട്ട് പോകാം, നമുക്ക് അങ്ങോട്ടല്ലേ പോകണ്ടേ. ശൈലേഷ് തുഴഞ്ഞു കഴിഞ്ഞ് നമ്മൾ കയറിയിടത്തോട്ട് തിരിഞ്ഞു പോവാണ്.
അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ വരിക. ഇതിന് 300 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പം ഇതുപോലൊരു കയാക്കിങ്ങിൻ്റെ വള്ളത്തിൽ കയറി കഴിഞ്ഞാൽ രണ്ടാക്കിയിരിക്കാം. അവരെല്ലാ ഗൈഡൻസും തരും. പിന്നെ രാവിലെ ഒരു 9 മണിക്ക് മുന്നേ ആയിട്ട് വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായിരിക്കും അല്ലാത്ത സമയം വന്നാൽ. ഇങ്ങനെ ഈ സമയത്ത് വരുവാണെങ്കിൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത വൈബാണ്, ഒരു അഡ്വഞ്ചർ സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചുറ്റും വലിയ കായലാണ്, ഒരുപാട് കുഞ്ഞു കുഞ്ഞു ദ്വീപുകളുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ കണ്ടൽക്കാടുകൾ കൊണ്ട് നിറഞ്ഞ ഒരുപാട് ദ്വീപുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് തുഴയുമ്പോൾ നമുക്കൊരു ലെവൽ കിട്ടില്ല. പക്ഷേങ്കിൽ ഒരു 5 മിനിറ്റ് തുഴഞ്ഞ് കഴിയുമ്പോഴേക്ക് നമുക്ക് കറക്റ്റ് ആ റൂട്ട്, ആ ഒരു ബാലൻസ് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് അങ്ങോട്ട് ഈസി ആയിട്ട് പോകാൻ പറ്റും. കൊള്ളാമല്ലേ സെറ്റപ്പ്? ഇഷ്ടപ്പെട്ടില്ലേ ശൈലേഷേ? ശൈലേഷ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോടാ നിനക്ക്? നല്ല സുഖമുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതിൽ കയറുന്നതിന് മുമ്പ് ശൈലേഷ് പറഞ്ഞ വീട്ടിലോട്ട് വിളിച്ച് എല്ലാവരോടൊന്ന് സംസാരിച്ചിട്ട് കയറാമെന്നാണ് പറഞ്ഞത്. കാരണം അവന് പേടിയായിരുന്നു, എനിക്കും പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ ആദ്യം കയറ്റി എങ്ങനെയുണ്ട് സെറ്റപ്പ് എന്നറിയാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം അത് നമുക്ക് ബാലൻസായി. കേസ് നമ്മൾ കോൺഫിഡൻസോടെ കയറി നമ്മൾ പകുതി എത്തി. പക്ഷേ പകുതി എത്തിയപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പെട്ട അവസ്ഥയാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇതങ്ങ് തുഴഞ്ഞു പോകണതിൽ കുറച്ച് പണിയാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ആ കോൺഫിഡൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും തുഴഞ്ഞ് അവിടെ എത്തും. ഏതെങ്കിലും ഒരു ദ്വീപിൽ ഞങ്ങൾ എത്തും കേസ് എന്തായാലും. കാരണം ചുറ്റും കുറേ ദ്വീപുണ്ട്, ഏതെങ്കിലും ഒരു ദ്വീപിൽ എത്താം. ഗെയ്സ്, അതായത് നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ മാത്രം ഇങ്ങനെ തുഴഞ്ഞാൽ ഇത് റൈറ്റ് സൈഡിലേക്ക് ടേൺ ആവും. ഇനി നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ഇത് തുഴയുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് ടേൺ ആവും. ഈ 2 സൈഡിലും ഒരേ സമയം തുഴയുകയാണെങ്കിൽ ഇത് നേരെ മുന്നോട്ട് പോകും. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് സംഭവം. ആദ്യം നമുക്കൊരു പേടിയാവും, ഈ വെള്ളം ഇത്രയും ഹൈറ്റിൽ വെള്ളമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതിനകത്ത് പോകാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധാ തോണിയിൽ പോകുന്നതിലും വളരെ ഈസിയായിട്ട്. ഈ സാധനം മറിയില്ല കേട്ടോ, എന്ത് കാണിച്ചാലും മറിയില്ല, വെള്ളത്തിൽ തൂങ്ങി കിടന്നോളൂ. പിന്നെ ലൈഫ് ജാക്കറ്റ് ഉണ്ട്, നമ്മൾ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശൈലേഷ് പറഞ്ഞ് പേടിച്ചിട്ടായിരിക്കുന്നത്. എൻ്റെ ശക്തമായ ഡ്രൈവിംഗ് ഉള്ളതുകൊണ്ട് മാത്രം അവൻ ധൈര്യമായിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് തുഴഞ്ഞിട്ടൊന്നും നീങ്ങുന്നില്ല കേസ്. അങ്ങ് കണ്ടോ കുറേ കണ്ടൽക്കാടുകൾ ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിൽ നിൽക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്കാണ് ശരിക്കും പോകുന്നത്. കാരണം അവിടെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും അവിടെ എത്തിക്കഴിഞ്ഞാൽ. പക്ഷേ തുഴഞ്ഞു നമ്മൾ നടുക്കെത്തിയപ്പോഴേക്ക് ഞാൻ കിതയ്ക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ സാക്കി ശൈലേഷിനെ വെച്ചിട്ട് തുഴയിക്കാം. 2 പേർക്ക് ഒന്നിച്ച് തുഴയാൻ കേട്ടോ. പക്ഷെ എന്നാലും വീഡിയോ എടുക്കേണ്ട കാരണം ഒരാൾ തുഴയുകയും ഒരാൾ വീഡിയോ എടുക്കുകയും ചെയ്യുന്നു. ഒന്നുമല്ല, നമ്മൾ ഈ പുഴയുടെ ഓരം പിടിച്ച് പോയ അറബിക്കടലിലേക്ക് വെക്കും. അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമില്ല, അതിലെല്ലാം തുഴഞ്ഞു വരാം നമുക്ക്. ഞാൻ വ്ളോഗ് ചെയ്യാൻ അതിൻ്റെ ഇത് കയറ്റി നിന്നെ പണിയെടുപ്പിച്ചിട്ട് ഇനി ഞാൻ പോയി. നമ്മളിത് ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ഏതോ ബോട്ടിൻ്റെ ഒക്കെ വെച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ എന്തിൻ്റെ വെച്ച് വെക്കുന്നു. ഗെയ്സ്, നമ്മുടെ പുറകെ ഒരു ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് തോണി തുഴഞ്ഞ് പുള്ളി മീനിനെ പിടിക്കുന്ന മത്സ്യബന്ധന വള്ളമാണെന്ന് തോന്നുന്നു. ഈ കാണുന്ന കണ്ടൽക്കാടുകൾക്ക്, ഈ മുട്ട ഷേപ്പിലുള്ള ഈ കണ്ടൽക്കാടുകൾക്ക് ഇടയിലേക്കാണ് ശരിക്കും ഞങ്ങൾ പോകുന്നത്. ഇവിടെ എവിടെ വേണേലും നിങ്ങൾക്ക് പോകാം, ഏത് സൈഡിൽ വേണേലും, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഇവിടുത്തെ ബെസ്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഈ ഒരു കയാക്കിങ് നടത്തുന്നതാണ്. കാരണം അതിനകത്ത് ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട്. അതിനിടയ്ക്കൂടെ നമുക്ക് തുഴയാൻ പറ്റും.
അരെ ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ തുഴഞ്ഞ് അവിടെ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ പോയി കേട്ടോ, ഇല്ലേ ശൈലേഷേ? ഇപ്പോൾ പേടിയില്ലല്ലോ. തിരിച്ചാകെയുള്ളൊരു വിഷമം ഇത്രയും തുഴയണല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അല്ലാതെ നമ്മളെ പേടി കാര്യങ്ങളൊക്കെ പോയി. കാരണം ഒന്ന് കയറി സെറ്റായി. നമ്മൾ കയറുമ്പോഴേ നമ്മളോട് അവർ പറഞ്ഞിരുന്നു കയറുമ്പോൾ ഒരു പേടി ഉണ്ടാവും, പക്ഷേ നിങ്ങൾ തുഴഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ പേടി പോകുമെന്നുള്ളത്. പിന്നെ നമ്മൾ ആ തുഴച്ചിലിൻ്റെ ആ ഒരു റൂട്ട് നമുക്ക് മനസ്സിലാവും എന്നുള്ളത്, ആ ഒരു ബാലൻസ് കിട്ടുമെന്നുള്ളത് അവർ പറഞ്ഞിരുന്നു. ഗേസ്, ഇവിടെ അടുത്തെത്താറാകുമ്പോഴേക്ക് 2 ആളോട് തുഴയേണ്ടി വരും. കാരണം ഇവിടെ വെള്ളം കുറഞ്ഞു വരുവാണ്. അപ്പം കുറച്ച് ഫോഴ്സ് വേണ്ടി വരും ഇതിനുള്ളിലൂടെ സഞ്ചരിക്കണേ. അപ്പം നമ്മൾ 2 ആളും കൂടെ ശക്തമായിട്ട് തുഴയാൻ പോവാണ്. 2 ആൾ തുഴയുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നില്ല. എന്നാലും പഴയ പോലെ ഒരു സ്മൂത്തായിട്ട് നമുക്ക് തുഴയാൻ പറ്റില്ല. കാരണം നല്ല ഫോഴ്സ് വേണം. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു, അടി മൊത്തം ചെളിയാണ്. അപ്പം നല്ല രീതിയിൽ ഫോഴ്സിൽ തുഴയേണ്ടി വരും. ശൈലേഷ് ഒരു ജെല്ലി ഫിഷിനെ കണ്ടിരിക്കുകയാണ്. അല്ല ഇങ്ങോട്ട് അപ്പോൾ ഇങ്ങോട്ട് തിരിക്കാം, വലത്തോട്ട് ഇരിക്കും. ഇടിക്കും ശൈലേഷ്. ഗൈസ്, ഇടിച്ചു കണ്ടൽക്കാടിൽ ഇടിച്ചു. പുറകോട്ട് പറയാൻ എങ്ങനെ പുള്ളി പറഞ്ഞേ? പുറകോട്ടാക്കാം അല്ലേ? പേടിക്കണ്ട, മറിയതായാലും ഇടിച്ചാൽ. ഗൈസ്, ഇവിടെ ഒരു ചെറിയ റൂട്ട് കണ്ടത്. ഇടത്തോട്ട്. നീ ഇവിടെ പറയുന്നേ? ഈ ഗ്യാപ്പിൽ കൂടെ കയറ്റിയാൽ മറിയോ? ആഴില്ല. അയ്യാണ്ട വെള്ളം തിരിഞ്ഞു പോകുന്നു. ഇവിടെ ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട് ചേച്ചി, പക്ഷെ വെള്ളവും വളരെ കുറവാണ്. പക്ഷെ നമുക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് ഇതിലിട്ട് കയറാനൊരു പേടി. വീണ്ടും ഇടിച്ച് ഇടക്കോട്ട് വരട്ടെ. വലത്തോട്ട് പറഞ്ഞു, വലത്തടിച്ചു എന്നാലേ അങ്ങോട്ട് അടുക്കുള്ളൂ. കേസ്, നമ്മളിത് അവിടെ എത്തിയിരിക്കുകയാണ്. കണ്ടൽക്കാട് നടുക്കെത്തിയിട്ടുണ്ട് കേട്ടോ. തുഴഞ്ഞ് നമ്മൾ സൈഡായി, എന്നാലും അടിപൊളിയാണ്. അതിലേശം ഇറങ്ങുന്നോ? ഒന്ന് ഇറങ്ങി നോക്കിയേ. ഇത് മറ്റേ തുഴ ഇതിനകത്ത് വെച്ചു, ഒന്നുമില്ല. കാലം അതിനകത്തോട്ട്. മുമ്പ് അയാൾ എങ്ങനെ പറഞ്ഞു തന്നെ ആ സെറ്റപ്പിൽ ഇറങ്ങിയാൽ മതി. എന്നെ വെള്ളത്തിലല്ലേ. ഗെയ്സ്, ശൈലേഷിതാ സാഹസികരമായി ഇറങ്ങാൻ പോവാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ. അതിൽ പിടിച്ചിറങ്ങിക്കോ. നമ്മൾ 2 പേരും ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഈ മറ്റേ വെള്ളം ഒന്ന് തന്നെ നീങ്ങിപ്പോവും, കെട്ടിയിടേണ്ടി വരുമല്ലേ. ഇറങ്ങി. അയ്യോ പറയില്ല. അയ്യോ അരെ ഗെയ്സ്, ഇതാ ശൈലേഷ് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ഞാനും ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൽ നടക്കാനായിട്ടാണ്. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് ഇതൊന്ന് കെട്ടിയിടണം, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ വള്ളക്കാരൻ മാത്രമേ ഉണ്ടാവുള്ളൂ, വള്ളം ഉണ്ടാവുക. അത് നമ്മളിതിവിടെ കെട്ടിയിട്ടിട്ടുണ്ട് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതങ്ങ് പോവും. ഗെയ്സ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ സീനാണ് കേട്ടോ. അടിപൊളി വിഷ്വലാണ്. നിങ്ങൾ നോക്കുക ഗെയ്സ്, അടിപൊളി സീനറിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ചുറ്റും ഇങ്ങനെ കണ്ടൽക്കാടുകൾ ഈ ഷേപ്പിൽ മുട്ട പോലെ ഒരു ഷേപ്പിൽ ഇവർ
ഇങ്ങനെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചതല്ലോ കേട്ടോ, ഇത് പ്രകൃതിയാ ഉണ്ടായി വന്നിരിക്കുന്നതാണ് ഇങ്ങനെ. അപ്പോൾ അതിമനോഹരമാണ്. നമുക്ക് ഇതിനിടയ്ക്കൂടെ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകളുണ്ട്, അതിലൂടെ നമുക്കിത് തുഴഞ്ഞ് കയാക്കിങ് നടത്തി പോകാമെന്നാണ്. അതിമനോഹരമായിട്ടുണ്ട്. നമുക്കൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്, ജെല്ലി ഫിഷ്. ഇവിടെയൊക്കെ ജെല്ലി ഫിഷ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കും. ഇതാ ഗെയ്സ്, ഇതാ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ജെല്ലി ഫിഷാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജെല്ലി ഫിഷിനെ കാണാം. നമ്മൾ വരുന്ന വഴിയിൽ ഒരുപാട് ജെല്ലി ഫിഷിനെ കണ്ടിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ അന്നാക്കോണ്ട സിനിമയില്ലേ, ആ രംഗമാണ് ഇപ്പം മനസ്സിലുള്ളത്. സൈലേഷിന് പേടിയായിട്ടുണ്ട്, കാരണം അതുപോലുള്ളൊരു കാട് സെറ്റപ്പൊക്കെയാണ്. പക്ഷേ വളരെ സേഫാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അതിനകത്തുനിന്ന്. ഈവൻ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായി പോയല്ലോ ഗെയ്സ്. എന്നെപ്പോലെ ശക്തനായ ഒരാൾ ഇവിടെ ഉള്ളപ്പം എന്തിനു ഭയക്കണം. ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ കണ്ടൽക്കാടുകൾക്ക് ഇടയിലൂടെയൊക്കെ നടക്കാനും കൂടെ പറ്റും, ഈ കയാക്കിങ്ങും ചെയ്യാം, അതുപോലെ നടക്കാനും പറ്റും. കാരണം നമ്മുടെ മുട്ടിന് താഴെ വരെ ഇവിടെ വെള്ളം വരുന്നുള്ളൂ. അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം, മുങ്ങിച്ചാവുമെന്നൊന്നും പേടിക്കണ്ട. അടിപൊളി വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വൈബ്. നിങ്ങളിത് കാണുവിൻ ഗൈസ്, നിങ്ങളിത് കാണുവിൻ. നോക്കൂ, ചുറ്റും മനോഹരമായ കണ്ടൽ കാടുകൾ കൊണ്ട് സമ്പുഷ്ടമായിരിക്കുന്നു. ഈ ജെല്ലി ഫിഷ് അപകടകാരിയാണെന്നാണ് സൈലേഷ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പങ്കായത്തിലോട്ട് കയറ്റി നോക്കി എങ്ങനെ ഈ സംഭവം ഒന്ന് അറിയാൻ വേണ്ടി. എടാ നോക്കടാ, ജെല്ലി ഫിഷ് വേമ്പാ ഓടിവോ, അയ്യോ ചാടിപ്പോയി. അതുപോലെ ഈ കണ്ടൽക്കാടുകൾക്കിടയിൽ ഒരുപാട് പക്ഷികളുണ്ട്, ചെറിയ വേഴാമ്പലുകളൊക്കെ ഉണ്ട് ഒരുപാട്, നമ്മൾ കാണാത്ത പക്ഷികളൊക്കെ ഒരുപാടുണ്ട്. നല്ല രസം കേട്ടോ. ഗെയ്സ്, ഞങ്ങളിതാ തിരിച്ച് തുഴഞ്ഞ് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. കാരണം വെയിൽ കൂടി വരുന്നു, സമയം ഏകദേശം 10 മണി 10:30 ഇനി അവിടെ വരെ തുഴയേണ്ട കാര്യം ആലോചിച്ചിട്ടുള്ളൊരു വിഷമേ ഉള്ളൂ. കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഒന്നുകൂടെ തുഴയാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ശൈലേഷ് വിഷണ്ണതനാണ് തിരിച്ച് തുഴയുന്ന കാര്യം ആലോചിച്ച്. ഇനി തിരിച്ച് ഇതിലോട്ട് എങ്ങനെ കയറുന്ന വലിയൊരു ടാസ്ക് കേട്ടോ. കയറുന്നത് ഇറങ്ങുന്നത് മാത്രം ഒരു ടാസ്ക്കാണ് ഗൈസ്. കാരണം ആ മറിയുമോ എന്നുള്ളൊരു ഭയം ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. ഇതാണ് ഞങ്ങളുടെ അല്ലമീൻ ഖയാക്ക്. ശൈലേഷിനെ ഇപ്രാവശ്യം ഞാൻ ആദ്യം കയറ്റിയിരിക്കുകയാണ്. മറിയുന്നതിൻ്റെ ആദ്യം അവൻ, രണ്ടാമത് ഞാനൊരു ബുദ്ധിമാൻ തന്നെ. പേടിക്കാതെ കയറടാ. ഇത് കയറിയില്ല നമ്മളിനി തിരിച്ചവിടെ എത്തുകയില്ല. ഈ കണ്ടൽക്കാടുകൾക്കുള്ളിൽ ജീവിക്കേണ്ടി വരും. ശൈലേഷ്, ഇനി എന്നാ ഇതൊക്കെ നീ പഠിക്കുന്നത്? കയറിക്കോ, കയറിക്കോ. എടാ കയറിക്കോ, അത് മറിയതല്ലെന്ന് ഞാനിവിടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഗെയ്സ്, ഇനി ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോകും? സൈലേഷ് കയറാൻ പറ്റും. ആ കയറിക്കോ. ഓക്കെ കയറണോ? കാര്യം പൊക്കിക്കോ. കണ്ട, സില്ലി മാറ്റർ ഗെയ്സ്, സില്ലി മാറ്റർ. അടുത്ത എൻ്റെ വീഴം. ഒരു വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ വലിയ പ്രശ്നമില്ല കേട്ടോ. ഗെയ്സ്, ഞാൻ അവശനായിരിക്കുകയാണ്, തുഴഞ്ഞ് സൈലേഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കൊരു ബാക്ക് സപ്പോർട്ട്, നടുവ് പ്രോപ്പറായി സപ്പോർട്ട് ചെയ്യാനൊരു സംഭവം കൊണ്ട് സെറ്റപ്പായിരുന്നു. നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചിതാ ഞങ്ങൾ കാണുന്ന കരയെത്തണം, അതുവരെ നമ്മൾ തുഴയണം. നല്ല വെയിലായിട്ടുണ്ട്. അതിനപ്പുറത്തെ കരയാണോ? ശിവനെ, വള്ളക്കാരെ വല്ലതും കൂലിക്ക് വിളിക്കേണ്ടി വരും ഇനിയിപ്പോൾ തുഴയാനായിട്ട്. അയ്യോ, തിരിച്ചുള്ള തുഴച്ചിൽ വല്ലാത്ത ശോകമായിരുന്നു. തുഴഞ്ഞിട്ട് നീങ്ങുന്നില്ല, നടുവും വേദന എടുക്കുന്നു. പിന്നെ നമ്മൾ രണ്ടാളും 90-ൻ്റെ വസന്തങ്ങളായത് കാരണമേ അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല എനർജിയോട് കൂടി മാത്രമേ ഈ കയാക്കിംഗ് പരിപാടിക്ക് വരാവുള്ളൂ കേട്ടോ. നമ്മളൊരു ആവേശത്തിന് വന്നതാണ്. അങ്ങോട്ട് പോകുന്ന ഓക്കെ ആയിരുന്നു, തിരിച്ചിങ്ങോട്ട് തുഴയണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്, സൈഡാകും ഏകദേശം. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസാണ്. ഈ തുഴയണം, കഷ്ടപ്പെടണം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ വരാതിരിക്കരുത്, മസ്റ്റായിട്ടും വരണം. ഇല്ലേ സൈലേഷേ? എങ്ങനെയുണ്ട്?
എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സുഖമാണോ? നല്ല സുഖം തോന്നില്ലേ? അതാണ് ശൈലേഷ് ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിരിക്കുക, ആഞ്ഞ് തുഴയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന ഇതാ പുറകെ കാണുന്ന തുരുത്തിൽ നിന്നാണ് നമുക്ക് എത്തേണ്ടത്. ഇതാ ഈ തുരുത്തിലുമാണ്. അങ്ങോട്ട് പോയപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് എത്തി. തിരിച്ചിങ്ങോട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3/4 മണിക്കൂറായി തുഴയുന്നു. സംഭവം നീങ്ങുന്നില്ല, നമ്മുടെ സ്റ്റാമിനയൊക്കെ അങ്ങ് പോയി. അതാണ് പ്രശ്നം. ഗെയ്സ്, നമ്മളിത് തിരിച്ച് എത്തിയിരിക്കുകയാണ്, കരയെത്തിയിരിക്കുകയാണ്. ടയേർഡായിട്ടുണ്ട്, പക്ഷേ എങ്കിൽ അടിപൊളിയാണ്. നിങ്ങൾ ഈ ബുദ്ധിമുട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നിങ്ങൾ ശരീരമൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണ്, ശരീരം ശ്രദ്ധിക്കുന്നവരാണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വ്യായാമം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പോയിട്ട് വരാം. വലിയ പ്രശ്നമൊന്നുമില്ല. ഒന്ന് തുഴയണം, പക്ഷേ ഇതൊരു എക്സസൈസ് കൂടിയാണ്. അടിപൊളിയാണ്. നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സൂപ്പറാണ്. സൈലേഷ് എങ്ങനെയുണ്ട്? സൈലേഷ് പറയൂ. സൈലേഷ് സൂപ്പർ. അതെ, അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് വരാവുന്നതാണ്. കാരണം എല്ലാവിധ സൗകര്യങ്ങളോടും സേഫ്റ്റിയോടും കൂടിയുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കവായിലുള്ളത്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനും അതുപോലെ ബാക്കിയുള്ള സ്നാക്സ് ഡ്രിങ്ക്സിനൊക്കെ ഒരുപാട് ഫെസിലിറ്റികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഹോട്ടലുകളും ചെറിയ റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ജസ്റ്റ് ഒരു കയാക്കിങ് ബോട്ടിങ് മാത്രമല്ല, ഇവിടെ അത്യാവശ്യം നടക്കാൻ ചെറിയൊരു പാർക്ക് പോലൊരു സെറ്റപ്പ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നതാണ് കവായി ബോട്ട് ടെർമിനൽ. ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുക. കേസ് ശരിക്കും പറഞ്ഞാൽ അടിപൊളി വൈബാണ് കേട്ടോ. ഒരുപാട് തെങ്ങുകൾ ഇവിടെ ഇങ്ങനെ എല്ലാ സൈഡിലും ഉണ്ട്. ഈ തെങ്ങ് ഇങ്ങനെ ഈ കായലിൻ്റെ തീരത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതുപോലെ ഒരുപാട് പേര് വലയിട്ട് മത്സ്യബന്ധനം നടത്തുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടന് വള്ളത്തിൽ പോയി വലയിട്ട് മീൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. മീൻ ഇതിൽ നിന്ന് മാറ്റുകയാണ്. ചെമ്മീനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടുതലായിട്ട് കാണുന്നത്. ഇത് കൊഞ്ചാണോ ചെമ്മീനാണോ ചേട്ടാ? കൊഞ്ചല്ലേ, കൊഞ്ചാണ് കേട്ടോ ഇതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ വേറെ സ്ഥലത്തെ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. അല്ലേ? ബൈ.